സാർ, ബെത്തനിക്സിൽ ചേർന്ന സ്റ്റുഡൻസിന് എന്താ സംഭവിക്കുന്നത്? ട്രോമ. സാറിനൊരു ശീലമുണ്ട്, സാറ് പറയും ആ റിപ്പോർട്ട് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാനും പറ്റും. അപ്പൊ ഇനി ഇന്നും വീട്ടിൽ പോകാനായിട്ട് ലേറ്റ് ആവും. അപ്പൊ നിങ്ങൾ ഇവിടെ എന്താ ശരിക്കും ചെയ്യുന്നത്? ഇന്നലെ ഞാൻ സബ്നെറ്റിംഗ് പഠിക്കായിരുന്നു. ഞാനിന്ന് സോക്കറ്റ് ഡിപ്ലോയ് ചെയ്തു. നാളെ അത് പ്രസന്റ് ചെയ്യും. സാറിന് അത് ഇഷ്ടപ്പെട്ടാൽ 3 ഫ്യൂച്ചറും കൂടി ആഡാക്കാൻ പറയും. അപ്പൊ ഇതൊക്കെ അസൈൻമെന്റ്സ് ആണോ? കാര്യം എന്തായാലും നമ്മൾ ചെറിയ അസൈൻമെന്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അത് വലിയൊരു പ്രൊജക്റ്റായി മാറും. അത് ഇവർക്ക് ഇന്റർവ്യൂവിന്റെ ഭാവിയിൽ ഗുണമാവുന്നുണ്ട്. സാർ ആക്ച്വലി എത്ര നേരം ഉറങ്ങാറുള്ളത്? നോക്കാളത് ഉറങ്ങണ കണ്ടിട്ടൊന്നുമില്ല. സാർ ഇവിടെ ഒക്കറ് വർക്കാവുന്നില്ലല്ലോ. പുള്ളി അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ആ എറർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആ സാർ വർക്കായി. അറിയാം, അതിനോ അപ്പൊ പറഞ്ഞപ്പോ ശരിക്കും സാറിനല്ല ഞങ്ങൾക്ക്. നീ ഇവിടെ തന്നെ റേസ്ഡ് ആയതല്ലേ, പിന്നെ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? അത് പിന്നെ വീട്ടിലത്തേക്കാൾ കാണുമ്പോ എവിടെയാ. പിന്നെ സാറിന്റെ അടുത്ത പ്രൊജക്ട് റെഡി ആയിരിക്കും. അത് ഞങ്ങളെല്ലാം കൊളാക്കും. പിന്നെ ഞങ്ങളെല്ലാം ശരിയാക്കും. ഞങ്ങളുടെ പ്രൊജക്ട് പോർട്ട്ഫോളിയോ ആവും. തെറ്റുകളിൽ നിന്ന് ഞങ്ങൾ പഠിക്കും. ഇവിടെ നിനക്ക് ഒന്നും അറിയില്ലെങ്കിൽ ആരും കണ്ടിട്ടില്ല. പക്ഷെ ഡോക്യുമെന്റ് ചെയ്തില്ലെങ്കിൽ എല്ലാരും കളിയാവും. അപ്പോ ആക്ച്വലി ട്രോമ ഉണ്ടോ? ട്രോമയൊക്കെ ഉണ്ട്. പക്ഷെ അവര് ഭാവിയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ട്രോമ അവർ കോൺഫിഡൻസ് ആയിട്ടും മോട്ടിവേഷൻ ആയിട്ടും മാറിയിട്ടുണ്ടാവും.